തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 4 തിരുവചനം. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങളാണ് ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്. ഒന്ന്, കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. ഇന്ന് എത്ര പേർക്ക് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ട്? കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിക്ക് വേണ്ടി, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉത്തരം നൽകുന്നതിന് വേണ്ടി എത്ര പേർക്ക് കാത്തിരിക്കാനുള്ള മനസ്സുണ്ട്? അവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് ആർക്കും, ഭൂരിഭാഗം ആളുകൾക്കും കാത്തിരിക്കാൻ സമയമില്ല, മനസ്സില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇത് ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണല്ലേ. എല്ലാം ഓർഡർ ചെയ്യുക, പെട്ടെന്ന് തന്നെ എത്തുക. അതുപോലെ മൊബൈൽ ഫോണിൽ എല്ലാം വിരൽ തുമ്പിൽ ഇങ്ങനെ അടിച്ചാൽ അപ്പം തന്നെ വരും. അപ്പം അതുപോലെ ലോകം ഫാസ്റ്റായി കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവിനോട് നമ്മൾ പറയുകയാണ്, എൻ്റെ പൊന്ന് കർത്താവേ, നീ വലിച്ച് നീട്ടിക്കൊണ്ട് പോകല്ല. എത്ര നാളായി ഞാൻ ജോലിക്ക് വേണ്ടി പറയുന്നു, എത്ര നാളായി എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് നീ മറുപടി തരാതെ? പലരും ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ഈ വചനം പറയുകയാണ്, കാത്തിരിക്കാൻ തയ്യാറായ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അധ്വാനിക്കും. പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ കർത്താവ് തയ്യാറാണ്. ഇവിടെ വചനം പറയുകയാണ്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവം. കേട്ടോ, കർത്താവിനെ നമ്മൾ കാത്തിരിക്കാൻ തയ്യാറായാൽ, കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായാൽ, കർത്താവ് നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, പ്രവർത്തിക്കും. അതിനുവേണ്ടി കർത്താവ് അധ്വാനിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രം മതി. നമ്മൾ നിൽക്കണം, അവിടെ നിന്ന് വിട്ടുപോകരുത്. പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കുന്നില്ല, ഇനി പ്രാർത്ഥനയില്ല, പള്ളിയില്ല, കുർബാനയില്ല, അങ്ങനെ പോകരുത്. വെയിറ്റ് ചെയ്യണം. അങ്ങനെ കാത്തിരുന്നാൽ അനുഗ്രഹം നിശ്ചയമായും ഉറപ്പാണ്. തന്നെ കാത്തിരിക്കുന്നവർക്ക് എൻ്റെ അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 4 തിരുവചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.